ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരും ആൺ പെൺ ഭേദമന്യേ ഉപയോഗിക്കുന്ന ഒന്നാണ് മേക്കപ്പ്. മേക്കപ്പ് ചെയ്യാതെ പുറത്ത് പോകാറില്ല എന്ന് തന്നെ പറയാം. സ്കിൻ കെയർ, ഹെയർ കെയർ തുടങ്ങി പല പ്രൊഡക്ട്സും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ ഇവ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എട്ടിൻ്റെ പണിയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, നടിയും മോഡലുമായിട്ടുള്ള ഷെഫാലി ജാരിഫാലിയുടെ അകാല മരണം. ഈ മരണത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അപകട സാധ്യതയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ധാരാളമായി മെർക്കുറി ഉപയോഗിക്കുന്നുണ്ട്. കോസ്മെറ്റിക് നിയമം അനുസരിച്ചിട്ട് ഐ മേക്കപ്പിൽ മെർക്കുറിയുടെ അളവ് 0.007% കവിയാൻ പാടില്ല എന്നാണ്. മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മെർക്കുറി 1 ppmൽ കൂടരുത് എന്ന് പറയപ്പെടുന്നു. ആൻറ്റി ഏജിങ് ക്രീം, ഐ മേക്കപ്പ്, സ്കിൻ വൈറ്റനിങ് ലോഷൻ എന്നിവയിലൊക്കെയാണ് മെർക്കുറിയുടെ അളവ് കൂടുതലായിട്ടുള്ളത്. സ്കിൻ വൈറ്റനിങ് ആകാനുള്ള കഴിവ് മെർക്കുറിക്കുണ്ട്. ഇതാണ് മെർക്കുറിയുടെ ഡിമാൻഡ് കൂടാനുള്ള പ്രധാന കാരണം. സ്കിൻ ഗ്ലോയിങ് സോപ്പ്, ക്രീം, ക്ലെൻസിങ് പ്രൊഡക്റ്റ്, മസ്കാര, നെയിൽ പോളിഷ് എന്നിവയിൽ മെർക്കുറി കാണാം. മെർക്കുറിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ല. ഇതുമൂലം റെഡ്നെസ്, ഇച്ചിങ്, അതുപോലെ ഒരുപാട് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകുന്നു. മെർക്കുറി അടങ്ങിയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സ്കിന്നിൽ ആഴത്തിൽ കയറുകയും ബ്ലഡിൽ കലർന്ന് ഇത് നമ്മുടെ നാഡീവ്യൂഹത്തിന് ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം ഷിവറിങ്, ഓർമ്മക്കുറവ്, മാനസികമായ മാറ്റങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിൽ മെർക്കുറി ഉണ്ടോ നോക്കി വാങ്ങിക്കുക. ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചർമ്മം വെളുക്കാനുള്ള പ്രൊഡക്റ്റ് കഴിവതും ഒഴിവാക്കുക. ഒന്നാലോചിക്കുക, ചർമ്മം വെളുക്കുന്നതല്ല സൗന്ദര്യം. ഉള്ള ചർമ്മം ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത്.